ഇസ്രയേലിന്റെ അന്ത്യശാസനത്തിൽ ഹമാസ് വഴങ്ങി എന്ന വാർത്ത വരുന്നുണ്ട്. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാൻ തീരുമാനിക്കുന്നു. ഗസയിൽ യുദ്ധം അകന്നുപോയതിൽ പശ്ചിമേഷ്യയിൽ പരക്കെ ആശ്വാസം എന്ന വാർത്ത കൂടി വരുമ്പോൾ പി ജെയിംസ് വീണ്ടും നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്, വാലന്റൈൻസ് ആശംസകൾ. ജെയിംസിന്റെ ശബ്ദം നേരത്തെ കേട്ടല്ലോ എന്ന് വാലന്റൈൻസ് ഡേയിൽ ഒരു പ്രേക്ഷക പറയുന്നുണ്ടല്ല. പ്രേക്ഷകർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എസ്കേൻ ഇന്ന് ചുവന്ന ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നു. മനസ്സിൽ പ്രണയം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഇപ്പോഴും എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നു. പ്രണയമില്ലാത്തവരാരാ പി എന്തെല്ലാം കാര്യത്തോടെ നമുക്ക് പ്രണയിക്കാം. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രണയം എന്ന് കേട്ടാൽ നമ്മൾ ആൺപെൺ പ്രണയം മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യരുടെ പ്രണയം മാത്രമല്ല, പ്രകൃതി, ഈവൻ നല്ല ഗുരുവായൂർ കേശവനെ നമ്മൾ പ്രണയിച്ചില്ലേ കുറെ കാലം. എന്തായാലും എസ്കേൻ ആ പ്രണയം മനസ്സിൽ എന്നും കൊണ്ടു നടക്കട്ടെ. നമുക്ക് ജെയിംസിന്റെ ഉള്ളിലെ പ്രണയമൊക്കെ പുകഞ്ഞു പോയി എന്ന് ഞാൻ അറിഞ്ഞു. സന്തോഷം. ഇല്ലില്ല, പുകഞ്ഞൊന്നും പോയിട്ടില്ല. പ്രണയം എന്നും മനസ്സിലുണ്ട് എസ്കേൻ. പ്രണയം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിലുള്ള അഭിനിവേശമാണ് പ്രണയം. എന്തായാലും അഭിനിവേശമാണ് പ്രണയം, കോട്ട് ആൻഡ് അൺകോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വിദേശ വാർത്തകളിലേക്ക്. യെസ്, തീർച്ചയായിട്ടും എസ്കേൻ. ഇസ്രായേൽ ഹമാസ് യുദ്ധം വരുന്നു എന്നുള്ള മുൾമുനയിൽ നിൽക്കുകയായിരുന്നു ലോകം. ശനിയാഴ്ചയ്ക്കുള്ളിൽ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിന് തയ്യാറാവൂ എന്ന അന്ത്യശാസനവുമായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെയാണെങ്കിൽ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് രംഗത്ത് വന്നിരുന്നു. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ റിസർവ് സേനയെ മുഴുവൻ അതിർത്തിയിലെത്തിച്ച് യുദ്ധം ആരംഭിക്കാൻ ഇരിക്കുകയായിരുന്നു ഇസ്രായേൽ. പക്ഷേ ലോകത്തെയൊക്കെ ആശ്വാസം പകർന്നുകൊണ്ട് ഹമാസ് ബന്ദികളെ വിട്ടയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് ഒരു പക്ഷേ ഇന്നത്തെ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത. 3 ഇസ്രായേലി ബന്ദികളെ ചൊല്ലിയായിരുന്നു ഈ തർക്കമുണ്ടായിരുന്നത്. എന്തായാലും അവരെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായിരിക്കുന്നു. കാരണം ഹമാസിന് മേൽ ഏറ്റവും വലിയ സമ്മർദ്ദം ചെലുത്തിയത് ഈജിപ്തും ഖത്തറുമാണ്. ഇനിയൊരു യുദ്ധം ഗസയിൽ ഉണ്ടായാൽ, ഇപ്പോൾ തന്നെ 61,000-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഗസയിലെ ഔദ്യോഗിക ഏജൻസികൾ പറയുന്നത്. പുറത്തേക്കുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 48,000 പേരാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ കാണാതായവരെ കൂട്ടി 61,000 പേർ 15 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു. ഇനിയൊരു യുദ്ധമുണ്ടായാൽ അവിടുത്തെ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. പട്ടിണി പടരുകയായിരുന്നു. ഇപ്പോൾ ഏജൻസികളുടെയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ വീടുകളെല്ലാം തകർന്നുപോയി. അതിനിടയിലാണ് ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള വാർത്ത വന്നിരിക്കുന്നത്. എന്നാലും ഇസ്രായേൽ നിർത്തുന്നില്ല. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നുണ്ട്. പക്ഷേ ഗസയിൽ നിന്ന് ഏതാണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണം ഇല്ലാതായിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ബാക്കിയുള്ള ബന്ദികളെ കൂടി വിട്ടയക്കുമെന്നാണ് അറിയുന്നത്. നാളെ എന്തായാലും ശനിയാഴ്ച 3 ജീവനുള്ള ബന്ദികളെ, കാരണം കൂടുതൽ പേരും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത് ഇനിയുള്ള ബന്ദികളിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾക്കിടയിലാണ് ഈ സംഭവവാസങ്ങളൊക്കെ വരുന്നത്. അതിനിടയിൽ ഒരുപക്ഷെ അമ്പരിപ്പിക്കുന്നൊരു വാർത്ത വരുന്നത്, ഇതുവരെ മൗനം പാലിച്ചിരുന്ന ചൈന പാലസ്തീൻ ഇസ്രായേൽ കേസിൽ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ട്രംപിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഗസ തങ്ങൾ ഏറ്റെടുക്കും, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും, അതൊരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റും, ഒരു റിയൽ എസ്റ്റേറ്റ് ഗസയെ വെച്ച് നടത്തും. അവിടുത്തെ പാലസ്തീനികൾ 23 ലക്ഷം പേര് അവർ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പോയിക്കോളൂ. ചൈന അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. പാലസ്തീനികളെ അവിടുന്ന് പറഞ്ഞ് അയക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തെ യോജിക്കുന്നില്ലെന്ന് മാത്രമല്ല, പാലസ്തീനികളോട് ഒപ്പമാണ് ചൈന എന്നുള്ള പ്രഖ്യാപനം. അമേരിക്കയുമായിട്ട് നേരിട്ട് പശ്ചിമേഷ്യൻ പ്രശ്നത്തിൽ ഏറ്റുമുട്ടുന്ന തരത്തിൽ ചൈന രംഗത്ത് വന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി. ഷിജിങ് അവിടുത്തെ പ്രസിഡന്റ് ഷിജിങ് തന്നെയാണ് ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരേ സമയം യുദ്ധവും സമാധാനവും ഒക്കെ അരങ്ങേറുന്ന സമയത്ത് ചൈനയുടെ നിലപാട് കൂടി കൂടുതൽ ശക്തമായിട്ട് അറിയുകയാണ്. ഇന്ത്യ 2 പക്ഷത്തും ഇല്ലാത്തൊരു അവസ്ഥയിലാണ്. എന്നാലും ഇസ്രായേലിനെ വിട്ട് കളിക്കാൻ ഇന്ത്യ തയ്യാറുമല്ല എന്നുള്ള തരത്തിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എസ്കേൻ ജെയിംസ്, യഥാർത്ഥത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ച ലോകത്തെ മിക്ക രാജ്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഈ ഇന്ത്യയുമായി ചേർന്ന് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിക്ക് കരുത്ത് പകരാൻ കൂടുതൽ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തയൊക്കെ പറഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ച് മോഡി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. എസ്കേൻ, മോഡി ട്രംപ് കൂടിക്കാഴ്ച നടന്നത് നമ്മുടെ ഇന്ത്യൻ സമയം പുലർച്ചെയാണ്. പക്ഷെ അതിന് അമേരിക്കൻ മാധ്യമങ്ങളിലും ലോക മാധ്യമങ്ങളിലും വലിയ ശ്രദ്ധയാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളായ CNN, ഫോക്സ് ന്യൂസ് തുടങ്ങിയ ഒരുപാട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ ഇന്ത്യയും അമേരിക്കയും ഒരു പ്രതിരോധ കൂട്ടുകെട്ടിന് തയ്യാറായി എന്നുള്ള തരത്തിലാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് ആയുധങ്ങൾ വേണ്ട പോലെ കൊടുക്കാതിരുന്ന അമേരിക്ക ട്രംപ് വന്ന ശേഷം കൂടുതൽ ആയുധങ്ങൾ നൽകാൻ തയ്യാറാവുന്നു. F-35
ഇതുവരെ സീരീസിൽപ്പെട്ട ഒരു വിമാനവും ഇന്ത്യക്ക് നൽകാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. പക്ഷേ പാകിസ്ഥാന് നേരത്തെ അത് ഒരുപാട് കൊടുത്തിരുന്നു, സൗദി അറേബ്യയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഇന്ത്യക്ക് നമ്മുടെ ആയുധങ്ങളൊക്കെ MiG-21 MiG-29 സുഖോയും ഒക്കെ റഷ്യൻ നിർമ്മിത അല്ലെങ്കിൽ നേരത്തെ സോവിയറ്റ് യൂണിയൻ നിർമ്മിത യുദ്ധവിമാനങ്ങളാണ്. പിന്നെ ഫ്രഞ്ച് നിർമ്മിതമായ മിറാഷും റഫാലൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്തായാലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്ന തരത്തിൽ, അതുപോലെ തന്നെ അവിടുത്തെ ഡ്രോണുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഇന്ത്യക്ക് നൽകാൻ പോകുന്നു എന്ന വാർത്ത, ട്രംപ് മോദി കൂട്ടുകെട്ട് ശക്തമാവുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് എല്ലാ മാധ്യമങ്ങളും. എന്ന് മാത്രമല്ല, ട്രംപും നരേന്ദ്രമോദിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് കൈവന്നിരിക്കുന്നത്. SKN ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം ട്രംപ് മോഡിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യ ചൈന പ്രശ്നത്തിൽ ഞാനെങ്കിലും ഇടപെടേണ്ട കാര്യമുണ്ടോ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ചൈനയോടും പാകിസ്ഥാനോടും ഒരു എതിർപ്പ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ട്രംപ്. ഒരുപക്ഷെ ജോ ബൈഡനും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അത്ര അങ്ങനെയുള്ള എതിർപ്പുകൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച ഒരു അനുകൂലമായ നിലപാടാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഈ കച്ചവടക്കാരൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ട്രംപ് തയ്യാറല്ല. ഇന്ത്യയും ആ നിലപാടിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നികുതിയുടെ കാര്യത്തിൽ, H-1B വിസയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ അവിടെ കുടിയേറ്റ H-1B വിസ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അമേരിക്കയുടെ നിലപാടുകൾ സംശയാസ്പദമാണ്. ഇത് മാത്രമല്ല, ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന കാര്യത്തിൽ മോദി മിണ്ടിയില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ രാജീവ് നായർ അമേരിക്കയിൽ നിന്ന് അവിടെ നടക്കുന്ന കുപ്രചരണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. കാര്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അമൃത്സറിലേക്ക് ഒരു സൈനിക വിമാനം വന്നു, അതിൽ കുറച്ചധികം അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ വാർത്ത ഇപ്പോൾ അമേരിക്കയിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് രാജീവ് നായർ പറയുന്നത്. തീർച്ചയായിട്ടും രാജീവ് നായർ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം വിമാനത്തിൽ ചങ്ങലക്കിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുവന്നിരുന്നു, അത് അമൃത്സറിലേക്കാണ്. അത് സംബന്ധിച്ച് വേറെയും ഇതുണ്ട്. സിഖുകാരായിട്ടുള്ള തീവ്രവാദികളെ കൊണ്ടുവന്നു എന്നുള്ള തരത്തിൽ അത് ട്രംപും മോഡിയും തമ്മിലുള്ള ഒരു ഇടപാടായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് പ്രചരണം നടക്കുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ പ്രചാരണങ്ങളിൽ അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരെ തല കുനിക്കാതിരിക്കുക അല്ലേ, അതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കുക. അപ്പൊ VP ജെയിംസ്, താങ്കൾ കുറച്ചേരം സമാധാനത്തോടെ ഇരിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അറിയാമല്ലോ, അതിന്റെ ഒരു ആവശ്യമൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ ഇവിടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരെ ഉണ്ട്, നമ്മുടെ സനൂപിനെ പോലുള്ളവര്, അവരുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടി ജീവിക്കുക.